ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെയറൂസ് ഫീസ്റ്റ്. ഞാൻ ഇവിടെ കാണിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തിയും റിച്ചും ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 8 പീസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല, ഞാൻ ചിക്കൻ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി താളിച്ചിട്ട് മസാല റെഡിയാക്കിയതാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബറും ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മയോണൈസും കുറച്ച് സോസും. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ പകുതി പോർഷൻ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടിന്ന് ഞാൻ പകുതി പോർഷൻ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് എഗ്ഗിൻ്റെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് സോസ് ഒഴിച്ചിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് കുറച്ച് ബട്ടർ ഇട്ടിട്ട് പാനിൽ ചൂടാക്കി എടുക്കാം. പക്ഷേ ഞാനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് വെജിറ്റബിളൊക്കെ കുട്ടികൾ കഴിച്ചോളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അങ്ങനെ ഇവിടെ 2 ബ്രെഡും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാൻ മാറ്റിവെച്ച ക്യാരറ്റും കുക്കമ്പറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് സോസും മയോണൈസും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോസും മയോണൈസൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ബ്രെഡ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ 2 ടൈപ്പ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. എൻ്റെ മോന് സോസ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സോസ് കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.